2 വലിയ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും വേണം, അതും സ്ലൈസ് ചെയ്ത് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ ബീട്രൂട്ടിൻ്റെ പീസസും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ആ വെന്ത വെള്ളം, വേവിക്കാനെടുത്ത വെള്ളം അല്പം മാത്രം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതേസമയം ഒരു പാത്രത്തിൽ അതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 കപ്പ് വെള്ളവും. പഞ്ചസാരയുടെ മുകളിൽ വരുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ലൈം ജ്യൂസ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 2 വലിയ ചെറുനാരങ്ങയുടെ നീര് തന്നെ എടുത്ത് മാറ്റി വെക്കാം. പഞ്ചസാര നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട്. ഇപ്പം തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടുന്ന പരുവാകുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ മുകളിൽ വരെ പതഞ്ഞ് വരും. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ടിൻ്റെ ഈ ജ്യൂസ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി തിളക്കാനായിട്ട് അനുവദിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച നാരങ്ങ നീര് ഒഴിച്ച് നല്ലതുപോലെ ചേർത്ത് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട് നന്നായി കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ചൂട് ആറാനായിട്ട് വെക്കാം. ഞാനിപ്പം രാത്രിയിലാണ് ഇത് തയ്യാറാക്കിയത്. രാവിലെ എടുക്കാം. ഇതോടൊപ്പം മറ്റൊരു ഐറ്റം കൂടി ഉണ്ടാക്കി, ബീട്രൂട്ട് പുഡിംഗ്. നമ്മൾ സ്ക്വാഷിന് വേണ്ടി അരിച്ചെടുത്തപ്പോൾ അരിപ്പയിൽ കിട്ടിയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ പൾപ്പും പഞ്ചസാര ലായനിയും ചേർത്ത് നന്നായി കുറുകി വരുന്ന സമയത്ത് അല്പം പശുവിൻ നെയ്യും ചേർത്ത് നന്നായിട്ട് അടി തട്ടാതെ വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ. തിക്കായി വരുന്ന സമയത്ത് 2 സ്പൂൺ ഗോതമ്പ് പൊടിയിൽ അല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കി നല്ല മിക്സ് ചെയ്ത ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ഗോതമ്പ് മിക്സ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ സ്പീഡിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അതും ലോ ഫ്ലെയിമിൽ തന്നെ. അപ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര തിക്കായിട്ട് വരും. കണ്ണിലെ ഇങ്ങനെ കുറുകി വന്നിരിക്കുന്നത്. ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് ഫ്ലെയിമിൽ വെക്കണം. ഈ തിക്കായി വരുന്ന സമയത്ത് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇതിപ്പം നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. ഒരല്പം നേരം കൂടി അടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് സ്പൂണിൽ നിന്ന് മുറിഞ്ഞ് വീഴുന്ന പോലെ, ഇതുപോലെ മുറിഞ്ഞ് വീഴുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്കൊരു പുഡിംഗ് ട്രേയിൽ നെയ്യൊക്കെ തടവി അതിലേക്ക് ഒഴിച്ച് സെറ്റാവാനായിട്ട് വെക്കാം. പിന്നെ ഈ ഗ്ലാസ് ട്രേയിലൊക്കെ ചൂടോടെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇതിലും നല്ലത് സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ നിരത്തി കൊടുക്കുന്നതാണ്. പിന്നെ നല്ല തിക്കായിട്ടുള്ള ഹൈ ക്വാളിറ്റി ഗ്ലാസ് വെയർ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സ്പൂണ് കൊണ്ടൊന്ന് ലെവലാക്കിയ ശേഷം നമുക്കിതിൻ്റെ ചൂടാറാനായിട്ട് വെക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എടുത്തു നോക്കുമ്പോൾ നമ്മളെ സ്ക്വാഷൊക്കെ നല്ല തിക്കായി അതിൻ്റെ കളർ ഇരട്ടിയായിട്ടുണ്ട്. തലേന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിനേക്കാളും ഇരട്ടി ഡബിൾ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോട്ടിലിലേക്ക് മാറ്റി വെക്കാം സൂക്ഷിക്കാനായിട്ട്. ഒരു ഗ്ലാസ്സിൽ വളരെ കുറച്ച് സിറപ്പ് മാത്രം, ഈ ബീട്രൂട്ടിൻ്റെ സ്ക്വാഷ് മാത്രം ചേർത്ത് കൊടുത്ത് ഐസ് ക്യൂബ്സും ചിയ സീഡ്സും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മധുരമൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നല്ല ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. ഈ കസ്കസും ചിയ സീഡ്സും ഒക്കെ ഓപ്ഷണലായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ തന്നെ നമ്മൾ ഈ സിറപ്പും ചേർത്ത് കുറച്ച് ഐസ് ക്യൂബ്സും വെള്ളവും ചേർത്താൽ തന്നെ സൂപ്പർ ഡ്രിങ്കാണ്, നല്ല ഹെൽത്തിയാണ്. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പുഡിങ് അത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാനിപ്പോൾ. ഇതിൽ ആഡഡ് കളറൊന്നുമില്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെ. പിന്നെ കോൺഫ്ലോർ ഒന്നല്ല, നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ടേസ്റ്റും ഉണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത്. ഇളനീർ പുഡിങ്ങൊക്കെ കഴിക്കുന്നതിൻ്റെ അതേ ഒരു ടെക്സ്ചർ തന്നെ. കണ്ടില്ലേ, വെറും 2 ബീട്രൂട്ട് കൊണ്ട് ബീട്രൂട്ട് സ്ക്വാഷും ഒരു കുപ്പി നിറയെ സ്ക്വാഷും അതുപോലെ തന്നെ പുഡിങ്ങും തയ്യാറാക്കാൻ പറ്റി. ഈ വേനൽക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്യുവർ ആൻഡ് ഹെൽത്തി ഡ്രിങ്കും പുഡിങ്ങും തന്നെയാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.